എൻ്റെ പേര് അനിത. ഞാൻ കോട്ടയം ജില്ലയിൽ നിന്ന് വരുന്നു. ഞാൻ ഉടമ്പടി എടുത്ത് 2024 ജൂൺ 4-നാണ്. ഉടമ്പടി എടുക്കാനുള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ ഞാൻ അതിന് മുന്നേ ഒരുപാട് പ്രാവശ്യം അമ്മയുടെ അടുത്ത് വന്നിട്ടുണ്ട്. പക്ഷേ ഉടമ്പടി എടുത്തിരുന്നില്ല. ഇവിടുന്ന് വെഞ്ചരിച്ച നീലത്തിരി മേടിച്ചുകൊണ്ട് പോയി പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ എവിടെ പോകാനിറങ്ങിയാലും ആ തിരി കത്തിച്ച് പ്രാർത്ഥിച്ച് മാതാവിനെ പ്രാർത്ഥിച്ചിട്ടേ പോകാറുള്ളൂ. എന്ത് കാര്യം ഞാൻ കൃപാസന മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ടോ, അത് ചെറുതായാലും വലുതായാലും അമ്മ എനിക്കത് സാധിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ദിവസം ഞാനിതുപോലെ കഴിഞ്ഞ മെയ് 16 കഴിഞ്ഞ വർഷം മെയ് 16 വൈകുന്നേരം ഞാൻ തിരി കത്തിച്ച് പ്രാർത്ഥിച്ചിട്ട് എൻ്റെ വീട്ടിലോട്ട് പോകുമായിരുന്നു. കാരണം വെക്കേഷൻ തീരുന്ന സമയം, ജൂണിൽ കുഞ്ഞിന് സ്കൂൾ തുറക്കും. അപ്പോൾ കുഞ്ഞിനെ കൊണ്ട് എൻ്റെ വീട്ടിലോട്ട് പോകായിരുന്നു. ഞാനും കുഞ്ഞുമാണ് വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്നത്. ഹസ്ബൻഡ് ജോലി സ്ഥലത്തായിരുന്നു. അപ്പോൾ ഒരുമിച്ച് പോകാനിരുന്ന സമയത്ത് എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, ഞാൻ രാവിലെ കൃപാസനത്തിൽ വരുന്നുണ്ട്, അപ്പോൾ വന്നിട്ട് തിരിച്ചു വരുമ്പോൾ ഞാൻ കുഞ്ഞിനെയും കൊണ്ട് ബസ്സിന് പോന്നോളാം, നീ വൈകുന്നേരം വെയിലാറിക്കഴിഞ്ഞ് സ്കൂട്ടറിന് പോന്നോളാൻ പറഞ്ഞു. അപ്പം ഞാൻ നിർബന്ധം പിടിച്ചോ, വേണ്ട അമ്മ, ഞാൻ കുഞ്ഞിനെയും കൊണ്ട് വന്നോളാം എന്ന് പറഞ്ഞു. പക്ഷേ അപ്പോഴും അവിടെ മാതാവിൻ്റെ നിയോഗമായിരിക്കും. അമ്മ ബസ്സിന് കുഞ്ഞിനെയും കൊണ്ട് വീട്ടിലോട്ട് പോയി. അന്ന് ആ 16-ാം തീയതി തിരി കത്തിച്ച് ഞാൻ വീട്ടിലോട്ട് ഇറങ്ങാൻ വൈകുന്നേരം ഒരു 5 മണി കഴിഞ്ഞ സമയത്ത് തിരി കത്തിക്കുമ്പോൾ എനിക്ക് മനസ്സിൽ ഞാൻ 2 വീലർ ഓടിച്ചാണ് പോകുന്നത്, എനിക്ക് ആക്സിഡൻ്റ് ആകുന്ന പോലെ തന്നെ എൻ്റെ മനസ്സിൽ തോന്നി. അപ്പോൾ ഞാൻ ആ തിരി ഒന്നുകൂടെ കെടുത്തി പ്രാർത്ഥിച്ചു, മാതാവ് എനിക്ക് എന്തെങ്കിലും ഒരു നെഗറ്റീവ് തോന്നുവാണല്ലോ, അത് മാറ്റി തരണേന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. എനിക്ക് എന്തായാലും പോകാതിരിക്കാൻ പറ്റില്ല, കാരണം കുഞ്ഞു അമ്മയുടെ കൂടെ പോയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വീട്ടിൽ പോകണം. പ്രാർത്ഥിച്ച് ഞാൻ ഇറങ്ങി. പക്ഷെ അപ്പോഴും ഈ മനസ്സിൽ ഈ ഒരു തോട്ട് നിന്നു. പ്രാർത്ഥിച്ച് ഹെൽമെറ്റ് വെച്ചിട്ട് ഞാൻ സ്വർഗസ്വനായ ചൊല്ലിയിട്ടാണ് പോകുന്നത്. അപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ട് പോകുന്നു. പക്ഷെ അപ്പോഴും എൻ്റെ മനസ്സിൽ നിന്ന് ആ തോട്ട് മാറുന്നില്ല. അതുപോലെ തന്നെ ഞാൻ മനസ്സിൽ കരുതി അതുപോലെ തന്നെ ഒരു ആക്സിഡൻറ്റ് എനിക്ക് സംഭവിച്ചു. ഞാനൊരു കയറ്റം കയറി പോവുമായിരുന്നു. ഇറക്കത്തിൽ നിന്ന് ഒരു പ്രൈവറ്റ് ബസ് നല്ല സ്പീഡിൽ വരുമായിരുന്നു. ഞാൻ ഈ ആക്സിഡൻറ്റ് ഈ പേടി ഉള്ളതുകൊണ്ട് തന്നെ തീരെ സ്ലോയിലാണ് പോയത്, നല്ല പയ്യെ പോയത്. ഒരു ഇടത്ത് സൈഡിൽ നിന്ന് ഒരു ബൈക്ക്, ഒരു ചേട്ടന് അബദ്ധം പറ്റിയതാണ്, വെട്ടിച്ചപ്പോൾ ഞാൻ ഓടിച്ച സ്കൂട്ടറെ തട്ടി. അങ്ങനെ എൻ്റെ ബാലൻസ് പോയി. അപ്പം ഞാൻ വീഴാൻ പോകും. അപ്പം എനിക്ക് മനസ്സിലായി ഞാൻ വീഴാൻ പോകാമെന്ന്. അപ്പോഴും ഞാൻ മാതാവിനോട് എൻ്റെ മാതാവേ, ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് എന്നെ വീഴിച്ചല്ലോ എന്നോർത്ത് എനിക്ക് പെട്ടെന്ന് സങ്കടം വന്നു. അപ്പോൾ എനിക്ക് ഓപ്പോസിറ്റ് കാണാം, ആ ബസ് ഇറക്കത്തിൽ നല്ല സ്പീഡിൽ വരുന്നു, എൻ്റെ ബാലൻസ് പോയി ബസ്സിന് നേരെ. അപ്പം ഞാൻ ഓർത്ത് ഞാൻ മരിച്ചു. ആ ബസ് എൻ്റെ പുറത്തൂടെ കയറി ഇറങ്ങിയെന്ന് ഓർത്ത് ഞാൻ സ്കൂട്ടർ ചെരിഞ്ഞ് വീണു. ഹാൻഡിലെ തട്ടി, ചെസ്റ്റ് ഹാൻഡിലിൽ ഇടിച്ച് ഞാൻ വെളിയിലോട്ട് തെറിച്ച് വീണു. അപ്പോൾ ബസ് അത്ഭുതം, ഒരു 2 മിനിറ്റ് നേരത്തെ എനിക്ക് ആ ടെൻഷൻ കാരണം എൻ്റെ ബോധം പോയി. പക്ഷെ കണ്ണ് തുറന്നപ്പോൾ എനിക്കിങ്ങനെ റോഡ് കാണാം. റോഡിലൊരു വെള്ള മുണ്ടെടുത്തൊരു ചേട്ടനെ കാണാം. എല്ലാവരോടും എന്നെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. ഞാനപ്പോൾ മാതാവിനോട് സങ്കടപ്പെട്ട് എന്നെ വീഴിച്ചല്ലോ എന്ന് ഞാൻ ചിന്തിച്ചെങ്കിൽ പോലും എൻ്റെ മേത്ത് ഒരു മുറിവ് പോലും ഉണ്ടായില്ല. അപ്പോൾ എനിക്കൊരു ചെറിയ ചെസ്റ്റിൻ്റെ ഒരു ചതവ് വന്നതല്ലാതെ എനിക്ക് ഒരു പൊട്ടലോ ഒരു പ്രശ്നം ഉണ്ടായില്ല. പിന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണേലും ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ വേദന, വയറിൻ്റെ സൈഡിലൊക്കെ വേദന വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, എന്നാൽ നീർക്കെട്ട് ആയിരിക്കും, അല്ലെങ്കിൽ അകത്ത് ഇൻറ്റേർണൽ ബ്ലീഡിങ് എന്തെങ്കിലും ഉണ്ടായി കാണും, അതായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ സ്കാൻ ചെയ്ത് അന്ന് ഒരു ദിവസം നല്ല ടെൻഷൻ അടിച്ചു. പക്ഷേ വൈകുന്നേരം ആയപ്പോൾ ഞാൻ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു പോയി, മാതാവെ ഞാൻ ഉടമ്പടി എടുത്തോളാം, എന്തായാലും കുറേ നാളായിട്ട് തോന്നുന്നുണ്ട് ഉടമ്പടി എടുക്കണം, ഉടമ്പടി എടുത്താൽ എല്ലാം ശരിയാവും, എന്ത് പ്രശ്നം വരുമ്പോഴും തോന്നും, പക്ഷേ പിന്നത്തേന് വെക്കുമായിരുന്നു. അന്ന് ഞാൻ ഉടമ്പടി എടുക്കാമെന്ന് ഉറപ്പിച്ചു. പക്ഷേ എനിക്ക് ഒരു കുഴപ്പവും കൂടാതെ മാതാവ് രക്ഷിച്ചത്. എനിക്ക് മനസ്സിലായത്, ഞാൻ ആ ആക്സിഡൻറ്റ് കഴിഞ്ഞ് എഴുന്നേറ്റപ്പോൾ ഓപ്പോസിറ്റ് ഒരു ചേട്ടൻ, എനിക്ക് അപ്പോഴും മാതാവിനോട് പിണങ്ങി നിന്ന് ഞാനാണ്, എൻ്റെ മാതാവ് ഇത്രയും ഞാൻ പ്രാർത്ഥിച്ചതല്ലേ എന്ന് വിചാരിച്ച് നിന്ന് ആ ചേട്ടൻ വന്ന് പറഞ്ഞപ്പോഴും, മോളെ അത്രയും വലിയൊരു അപകടം, മോടെ വണ്ടി വീഴുന്ന ഒച്ച കേട്ടപ്പോൾ എല്ലാവരും കണ്ണു പൊത്തി. ഞങ്ങൾ ഓർത്ത് ആ ബസ് കയറി മോളെ അരഞ്ഞു പോയെന്ന് ഓർത്ത് എല്ലാവരും കണ്ണു പൊത്തിപ്പോയെന്ന്. ആർക്കും ഓടി വരാൻ പറ്റാത്ത ഒരു സാഹചര്യമായി. പക്ഷെ എന്തോ വലിയ അപകടം പിരികത്തെ തട്ടിപ്പോയതാന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്ക് വരാനിരുന്ന വലിയൊരു അപകടം മാതാവ് മാറ്റി തന്നതാണ്. ഞാൻ എന്ത് കാര്യം പ്രാർത്ഥിച്ചാലും എനിക്കൊരു സൊല്യൂഷൻ അമ്മ അത് കാണിച്ചു തന്നിട്ടുണ്ട്. ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴെല്ലാം മാതാവിനെ മുഖത്ത് നോക്കിയിട്ട് ഒറ്റയ്ക്ക് ഉറക്കെ കരഞ്ഞ് പ്രാർത്ഥിച്ചാലും മാതാവ് അത് നമുക്ക് ആ സൊല്യൂഷൻ കാണിച്ചു തന്നിട്ടുണ്ട്. ജൂൺ 4-ന് ഉടമ്പടി എടുത്ത് പോയതിന് ശേഷം ഈ ആക്സിഡൻറ്റ് കഴിഞ്ഞ് എനിക്ക് മാനസികമായിട്ട് ഒത്തിരി ടെൻഷനും ഒരു ഒറ്റപ്പെടലൊക്കെ ആയിരുന്നു. ഉടമ്പടി എടുത്ത് പോയതിന് ശേഷം എനിക്ക് പയ്യെ അത് ഓവർകം ചെയ്യാൻ പറ്റി. അതുപോലെ ഞാനും കുഞ്ഞും മാത്രമാണ് വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്നത്. ഹസ്ബൻഡ് ഇതുപോലെ മാസത്തിലൊന്ന് വരുമായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഹസ്ബൻഡ് ഇതുപോലെ അൾസർ നേരത്തെ ഉണ്ടായിരുന്നതാണ്, എന്ത് ഫുഡ് കഴിച്ചാലും പെട്ടെന്ന് ഛർദി വരും,
വയറിന് പിടിക്കാതെ വന്ന് അങ്ങനെ ആയപ്പോൾ ടെൻഷൻ അടിച്ചു. ഹോസ്പിറ്റലിൽ ഇങ്ങോട്ട് വന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി വെളിയിലെ ഫുഡൊന്നും എൻഡോസ്കോപ്പി ചെയ്തു, വെളിയിലെ ഫുഡൊന്നും കഴിക്കരുത്, വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് കഴിക്കണം, ഒരുപാട് സ്പൈസി ആയിട്ടുള്ളതൊന്നും കഴിക്കരുത്, അപ്പോൾ വീട്ടിൽ തന്നെ നിൽക്കാൻ പറഞ്ഞു. അങ്ങനെ അപ്പോൾ ഞാൻ അന്ന് ഹസ്ബൻഡ് ജോലി റിസൈൻ ചെയ്തു. അപ്പോൾ ടെൻഷൻ അടിച്ചെങ്കിലും പിന്നെ അത് മാതാവ് നല്ലതിനായിരുന്നു എനിക്ക് പിന്നെ മനസ്സിലായി. കാരണം ഞങ്ങൾക്കൊരു കൂട്ടായിട്ട് ഇപ്പം ഇത്രയും നാളായിട്ട് ഏട്ടന് വീട്ടിൽ വന്ന് പോയി ജോലിക്ക് പോകാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഉടമ്പടി പുതുക്കിയ സമയത്ത് ഹസ്ബൻഡിന് വയ്യാതിരുന്ന സമയത്ത് ജോലിയുടെ കാര്യം പുതുക്കിയപ്പോൾ വെച്ചു. ഉടമ്പടി പുതുക്കി ഒരാഴ്ച ആയില്ല, അതിന് മുന്നേ ഹസ്ബൻഡിന് ജോലി വീട്ടിൽ നിന്ന് പോയി വരാവുന്ന പാകത്തിന് ജോലി ലഭിച്ചു. പിന്നെ വലിയൊരു ഇതുള്ളത് എനിക്കത് കഴിഞ്ഞ ഡിസംബറിലാണ് ഞാൻ വന്ന് എനിക്ക് പീരീഡ്സ് കറക്റ്റ് അല്ലായിരുന്നു. അപ്പോൾ സ്കാൻ ചെയ്തപ്പോൾ റൈറ്റ് ഓവറിയിൽ വലിയൊരു സിസ്റ്റ് ഉണ്ടായിരുന്നത് 54x14 mm, അതിൻ്റെ ഭയങ്കര സൈസിൽ വലിയൊരു സിസ്റ്റാണ് പെട്ടെന്ന്. അപ്പോൾ ഒരു ഡോക്ടർ പറഞ്ഞു നമുക്കത് പെട്ടെന്ന് അത് ഓപ്പറേറ്റ് ചെയ്തെടുക്കാം, റിമൂവ് ചെയ്യുന്ന നല്ലത്. ഒരു അടുത്ത് കാണിച്ചപ്പോൾ പറഞ്ഞു ആദ്യം എന്തായാലും ക്യാൻസർ ടെസ്റ്റ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം, കാരണം ഇത്രയും വലിയ സിസ്റ്റ് പെട്ടെന്ന് വന്നതാണ്. അപ്പോൾ ആകെ പിന്നെ ഭയങ്കര പേടിയായി. ക്രിസ്മസിൻ്റെ ആ സമയത്താണ് ഞാനിവിടെ വന്ന് ഉടമ്പടി പുതുക്കുന്ന സമയത്തും അത് വെച്ചിരുന്നു. അത് വെച്ച് പോയി സ്കാൻ ചെയ്യാനും എല്ലാത്തിനും എനിക്ക് പേടിയാണ്. ക്യാൻസർ ടെസ്റ്റ് ചെയ്യാനും പേടി, എല്ലാത്തിനും എനിക്ക്. വേറൊരാളുടെ കൂടെ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ എനിക്ക് ധൈര്യം, പക്ഷേ എൻ്റെ ഹോസ്പിറ്റൽ കേസ് വരുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഞാൻ ക്യാൻസർ ടെസ്റ്റിന് കൊടുത്തപ്പോഴും മാതാവിന് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോയി, മാതാവേ എനിക്കൊരു ആപത്തും വരുത്തില്ല, എനിക്കൊരു മോളുള്ളതാണ്, എന്ത് പ്രശ്നമുണ്ടെങ്കിലും അമ്മ കൂടെ ഉണ്ടെന്നുള്ളൊരു ധൈര്യമുണ്ട്. ആ ധൈര്യത്തിലാണ് ഞാൻ നിൽക്കുന്നത്. പലരോടും ഞാൻ ഏറ്റു പറയുന്നത്, അതുകൊണ്ട് എന്നെ പലരും കളിയാക്കുന്നുണ്ട്, ഇത്രയും പോയിട്ട് തന്നെ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് എന്നാ ശരിയാകാത്തതെന്ന്. പക്ഷേ അമ്മ എനിക്ക് അവരുടെ മുന്നിലെല്ലാം ചങ്കുറപ്പോടെ പറയാൻ പറ്റണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ക്യാൻസർ ടെസ്റ്റ് ചെയ്തു, അതിനുള്ള ധൈര്യം മാതാവ് തന്നു. അത് നെഗറ്റീവായി ഒരു കുഴപ്പമില്ലായിരുന്നു. അത് കഴിഞ്ഞ് ഡോക്ടറെ കാണിച്ചപ്പോൾ പറഞ്ഞു ഒരു പീരീഡ്സ് കൂടെ നോക്കട്ടെ, എന്നിട്ട് നമുക്ക് മരുന്ന് സ്റ്റാർട്ട് ചെയ്യാം, ചിലപ്പോൾ അത് സൈസ് ചെറുതാവെന്ന് പറഞ്ഞു. സ്കാൻ ചെയ്യാൻ വേണ്ടി പിന്നെ പീരീഡ്സ് ആയി. സ്കാൻ ചെയ്യാനും ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് എനിക്ക് ഭയങ്കര ടെൻഷൻ കൂടി. ഞാൻ ഈ കാശുരൂപം കൈ പിടിച്ച് പ്രാർത്ഥിച്ചു. ഹസ്ബൻഡും മോളും പുറത്തായിരുന്നു. മേളിൽ ഞാനിങ്ങനെ നേരെ കിടന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് മാതാവ് എനിക്ക് ഭയങ്കര ടെൻഷൻ ആവുമല്ലോ, എനിക്ക് പ്രഷർ കൂടുമോ, എനിക്ക് എന്തെങ്കിലും വരുമോ എന്നൊക്കെ ഭയങ്കര പേടിയായി. ഞാൻ നേരെ കിടന്ന് പ്രാർത്ഥിച്ചപ്പോൾ ആ ഹോസ്പിറ്റലിൽ ഈ ഭിത്തിയിൽ ഈ പെയിൻറ്റ് ഈർപ്പമൊക്കെ വന്നിട്ട് പെയിൻറ്റ് കട്ട പിടിച്ചിരിക്കുന്ന പോലെ അവിടെ ഒരു ബ്രൗൺ ഷെയ്ഡിൽ കളറ് ഉണ്ടായിരുന്നു. എനിക്ക് നേരെ അതാ കാണുന്നത്. ഞാൻ അതിലോട്ട് നോക്കിയിട്ട് ഇങ്ങനെ മാതാവേ എനിക്ക് പേടി അമ്മ, എന്നെ കൊച്ചു പിള്ളേർ പറയുന്ന പോലെ ഞാൻ പറഞ്ഞത്, എന്ത് ചെയ്യും മാതാവേ, ഞാൻ എന്ത് ചെയ്യും, എൻ്റെ കൂടെ ഉണ്ടാവണം, എനിക്ക് ആരുമില്ല മാതാവേ. ഇത്രയും പ്രാർത്ഥിച്ചു. എനിക്ക് ആ കട്ട പിടിച്ചിരുന്ന ആ ഭിത്തിയിൽ എനിക്ക് മാതാവിൻ്റെ രൂപം ഇവിടുന്ന് ഇങ്ങോട്ട് കറക്റ്റ് എനിക്ക് മാതാവിൻ്റെ രൂപം തെളിഞ്ഞ് ഞാൻ കണ്ടു. ശരിക്കും ഞാൻ കണ്ടു. അത് ഞാൻ ഓർത്ത് എൻ്റെ തോന്നലായിരിക്കുന്നു, പക്ഷെ ഞാൻ ശരിക്കും അമ്മയെ കണ്ടു. അപ്പോൾ എനിക്ക് ഭയങ്കര ധൈര്യമായി. അമ്മ എൻ്റെ കൂടെ ഉണ്ടെന്ന് വിശ്വസിച്ച് ഞാൻ സ്കാൻ ചെയ്ത സമയത്ത് ചെയ്യുന്നതിന് മുന്നേ ഡോക്ടർ പറഞ്ഞ് 50 എന്നുള്ള ചെറിയ സൈസ് ചെറുതായി കാണും, ബാക്കി മരുന്ന് കഴിച്ചാൽ മതി, കുഴപ്പമില്ല. സ്കാൻ ചെയ്ത ഡോക്ടറും അങ്ങനെയാണ് പറഞ്ഞത്. പക്ഷെ സ്കാൻ ചെയ്തപ്പോൾ ഒരു മരുന്ന് പോലും കഴിക്കാതെ എൻ്റെ ആ ഓവറിൽ ആ സിസ്റ്റ് പൂർണ്ണമായിട്ട് അത് ഭേദപ്പെട്ടു. ഒരു മരുന്ന് ഞാൻ അതിന് വേണ്ടി കഴിച്ചിട്ടില്ല. ഞാൻ തൈലം വയറിൽ കുരിശ് വരച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ടെൻഷൻ വരുമ്പോൾ പ്രഷർ കുറഞ്ഞാലോ നോർത്ത് ഉപ്പ് എപ്പോഴും എടുത്ത് വായിലിട്ട് പ്രാർത്ഥിക്കും, കുരിശ് വരയ്ക്കും. അതേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അതെൻ്റെ സിസ്റ്റ് മാറാൻ ഒരു മരുന്ന് ഞാൻ കഴിച്ചിട്ടില്ല. ഞാൻ പ്രാർത്ഥന മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതുപോലെ ജമാല റാലിക്ക് വന്ന സമയത്ത് എനിക്ക് 7 വർഷമായിട്ട് എൻ്റെ കാലിൽ കുഞ്ഞിനെ ഞാൻ പ്രഗ്നൻ്റ് ആയി 7 മാസമായപ്പോൾ എൻ്റെ കാലിൽ വെരിക്കോസ് പുറത്തോട്ട് വന്നിട്ട് കാലിൻ്റെ പാദത്തേൽ മൊത്തം ചൊറിഞ്ഞു പൊട്ടുമായിരുന്നു. അത് നമ്മൾ ചൊറിയാതിരുന്നാലും ചിലപ്പോൾ രാത്രി തന്നെ അത് പൊട്ടി. അങ്ങനെ എന്തോരം മരുന്ന് കഴിച്ചാലും അത് മാറത്തില്ല. ആദ്യം ഹോമിയോ കഴിച്ചു, ഇംഗ്ലീഷ് മരുന്ന്, ആയുർവേദം എല്ലാം കഴിച്ചിട്ടും തൽക്കാലം ഒരു ശമനം അല്ലാതെ എനിക്കത് മാറിയിട്ടില്ല. 7 കൊല്ലമായിട്ട്, ഇപ്പോൾ കുഞ്ഞിന് 7 വയസ്സായി, അത്രയും നാളായിട്ട് അത് മാറിയിട്ടില്ല. ഞാൻ ഉപ്പും തൈലവും കൂടെ ചേർത്ത് കയ്യിൽ കുരിശ് വരച്ച് കാലെ മുഴുവൻ പരട്ടി. ജപമാല റാലി പങ്കെടുത്തതിന് ശേഷം അന്ന് വൈകുന്നേരം ആയപ്പോൾ കാലയിൽ ഇങ്ങനെ എല്ലാ വൈകുന്നേരം ആകുമ്പോൾ കാല് നീര് വരും. അന്ന് നീര് മാറി. സത്യം പറഞ്ഞാൽ അത് എപ്പോഴാണ് ആ രോഗം പൂർണ്ണമായിട്ട് എനിക്ക് മാറിയെന്ന് എനിക്കറിയത്തില്ല. ഞാനിപ്പോൾ കാല് ചൊറിയാറുമില്ല, എൻ്റെ കാലിൽ അങ്ങനെ ഒരു അസുഖവും ഇല്ല. അത് ഞാൻ എൻ്റെ ഉടമ്പടി നിയോഗത്തിനകത്ത് വെച്ച കാര്യമാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ 1 മാസം മുന്നേ ഞാനൊരു ചെറിയൊരു ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് ഒരു എമൗണ്ട് ഏൽപ്പിച്ച് എഗ്രിമെൻറ്റ് ചെയ്തതാണ്.
അവർ ആ എഗ്രിമെൻറ്റ് മേടിച്ച ഒരു ലേഡി ആയിരുന്നു. അവർ എന്നെ പറ്റിച്ച പൈസ മേടിച്ച് അതിൻ്റെ ബിൽഡിങ് റെഡിയാക്കാമെന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്തില്ല. പിന്നെ പൈസ തിരിച്ചു ചോദിച്ചപ്പോൾ അതും തന്നില്ല. അപ്പോൾ എഗ്രിമെൻറ്റ് വെച്ചത് എല്ലാവരും എന്നോട് പറഞ്ഞു, കംപ്ലൈൻറ്റ് കൊടുക്കുക, എൻ്റെ ഭാഗത്ത് ന്യായമുണ്ട്, കേസ് കൊടുത്താൽ നമുക്കാണ് അനുകൂലമായിട്ട് വരുന്നതെന്ന്. പക്ഷേ എനിക്ക് ഉടമ്പടി എടുത്തത് കൊണ്ടുള്ള എൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഒരുപാട് എനിക്ക് ദൈവത്തോട് അടുക്കാൻ പറ്റി, ഒരുപാട് ക്ഷമിക്കാനും പറ്റി. ദേഷ്യമുള്ളവരോട് വരെ ദേഷ്യം ഉണ്ടെങ്കിൽ അവർ അതുപോലെ ദേഷ്യമുള്ള പ്രവൃത്തി ചെയ്താലും എനിക്ക് അവരോട് ക്ഷമിക്കാൻ പറ്റുന്നുണ്ട്. എന്തോരെല്ലാം പോട്ടെ എന്ന കേസിന് പോകണ്ട അങ്ങനെ തോന്നി. അത് മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവ് എൻ്റെ ഉടമ്പടി ഞാൻ ഇപ്രാവശ്യം പുതുക്കാൻ വരുന്നതിന് മുന്നേ എനിക്ക് ആ പൈസ മേടിച്ച് തരണം, എനിക്ക് കേസിനും വഴക്കിനൊന്നും പോകാതെ പ്രാർത്ഥിച്ച് വഴക്കൊന്നും കൂടാതെ അത് നടത്തി തരണം. കഴിഞ്ഞ തിങ്കളാഴ്ച വൈകിട്ട് എനിക്ക് ആ പൈസ കിട്ടി. എനിക്ക് വേറൊരു സ്റ്റിച്ചിങ് യൂണിറ്റ് തുടങ്ങാനും എനിക്കൊരു മിഷൻ എടുക്കാനും എല്ലാം അത് വേറൊരു ബിസിനസ്. എനിക്ക് അമ്മ അത് നല്ലതേ തരുള്ളൂ. നമുക്ക് എന്ത് ക്ലേശം വന്നാലും പെട്ടെന്ന് ആദ്യം ഒരാളെ ഓർക്കുന്ന, എന്നോട് പറഞ്ഞില്ലേ പോലും പലരും ഞാൻ കേൾക്കാതെ പറഞ്ഞിട്ടുണ്ട്, അവൾ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് എന്നെ കിട്ടാത്ത അങ്ങനെ ഒരു രീതിയിൽ എന്നെ കളിയാക്കിയിട്ട് എപ്പോഴും കൃപാസനത്തിലോട്ട് ഓടുന്നതല്ലേ എന്നിട്ട് കളിയാക്കിയിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്ക് അവരോടെല്ലാം മറുപടി ഒന്നേ പറയാനുള്ളൂ, ഏറ്റവും നല്ലതേ ദൈവം തരത്തുള്ളൂ. കുറച്ച് ബുദ്ധിമുട്ടി കുറച്ച് നമ്മൾ അത് മനസ്സിലാക്കി തരണം. അതിന് നമ്മളെ താങ്ങാൻ നമ്മുടെ മനസ്സിനെ അത് പ്രാപ്തമാക്കാനാണ് മാതാവ്. അതെല്ലാം ഞാൻ എന്ത് പ്രാർത്ഥിച്ചാലും അമ്മ കൂടെ തന്നെ എല്ലാം നമുക്ക് തരുന്നുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം ആരോടായാൽ പോലും എനിക്ക് ക്ഷമിക്കാനുള്ള, എന്നോട് തെറ്റ് ചെയ്ത് ഞാൻ ഒരിക്കലും മിണ്ടില്ല എന്ന് കരുതിയവരോട് വരെ എനിക്ക് മിണ്ടാനുള്ള ക്ഷമ, അവരോർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ക്ഷമ, തെറ്റ് ചെയ്യുന്നവരോട് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ക്ഷമ എനിക്ക് മാതാവ് തന്നു. ഞങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിലാണ് പത്രം മേടിച്ച് കൊടുക്കുന്നത്. ക്യാൻസർ വാർഡിൽ പോയി അവിടെ എന്തായാലും അവിടെ അത് ആർക്കും ഉപകാരപ്പെടാതിരിക്കത്തില്ലെന്ന് 100% വിശ്വാസമുണ്ട്. ക്യാൻസർ വാർഡിൽ ചെന്ന് ആരും വേണ്ടെന്ന് പറയത്തില്ല. അതെല്ലാവരും വിശക്കുന്നൊരു വയറിന് അന്നം കിട്ടുന്ന പോലെയാണ് എല്ലാവരും പത്രം മേടിക്കുന്നത്. അപ്പോൾ അത് കൊടുക്കുമ്പോൾ ദൈവമേ അവരെന്ത് അസുഖത്തിനാണോ വന്നത്, എവിടെയാണോ അവർക്ക് ക്യാൻസർ ഉള്ളത്, അത് പൂർണ്ണമായും ഭേദപ്പെടണമെന്ന് പ്രാർത്ഥിച്ച് കൊടുക്കാൻ പറ്റും. പിന്നെ ഞങ്ങൾ വീട്ടിൽ തന്നെ ചോറ് വെച്ചിട്ട് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ഇതുപോലെ ഫുഡ് മേടിക്കാൻ നിവൃത്തിയില്ലാത്തവർക്കും കോട്ടയത്ത് പള്ളിയുടെ വാതൊക്കെ ഇരിക്കുന്നവർക്കെല്ലാം കൊടുക്കാൻ പറ്റുന്നുണ്ട്. ആർക്കെങ്കിലും കൃപാസനത്തിൽ വരാൻ വേണ്ടിയിട്ട് പൈസ ഇല്ലാതെ ഞങ്ങളുടെ വീടിനടുത്തൊക്കെ വരണമെന്ന് ആഗ്രഹമുണ്ട്, പോകാൻ പൈസ ഇല്ല, അതങ്ങ് ദൂരെയല്ലേ എന്ന് ചിന്തിച്ച് അങ്ങനെ എന്നോട് പറഞ്ഞ് എല്ലാവരും എനിക്കിവിടെ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. അത് പിന്നെ ഞങ്ങളുടെ അടുത്തൊരു ഓർഫനേജ് ഉണ്ട്, പറ്റുന്ന പോലെ ഞങ്ങൾക്ക് ഫുൾ ഡെയിലി ഉള്ള അവർക്ക് ഫുഡ് ചിലവ് നോക്കാൻ പറ്റാറില്ല, പക്ഷേ ഉള്ള പോലെ സാധനം മേടിച്ചോ അല്ലെങ്കിൽ പൈസ കൊടുത്തോ സഹായിക്കാൻ പറ്റാറുണ്ട്. ഏറ്റവും വലിയ അനുഗ്രഹം ദൈവത്തെ എപ്പോഴും കൂടെ നിർത്താൻ. ആരെങ്കിലും ഒരു അത്യാവശ്യമായിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ആ നാവ് കൊണ്ട് അവർ അയ്യോ അനു അത് മാറി കേട്ടോ, ആ പ്രശ്നം മാറി എന്ന് പറയുന്ന കേൾക്കാനും ദൈവം എന്നെ സഹായിച്ചിട്ടുണ്ട്. ഞാൻ പ്രാർത്ഥിച്ച എല്ലാ കാര്യവും അമ്മ മാതാവ് നടത്തി തരുന്നുണ്ട്. കുറച്ച് ക്ലേശങ്ങൾ വന്നാലും ഒരുപാട് ഈ വേദിയിൽ ഇങ്ങനെ നിന്ന് പറയാൻ സാധിച്ചതിൽ എൻ്റെ ജീവിതം തകർന്നു പോകുന്ന സമയത്ത് പോലും എല്ലാം താങ്ങി നിൽക്കാൻ മാതാവ്, എല്ലാത്തിനും സ്ട്രഗിൾ ചെയ്യാൻ മാതാവ് കൂടെ നിന്ന് എപ്പോഴും തോന്നും അമ്മ സഹിച്ച അത്രയും സങ്കടം ആരും സഹിച്ചിട്ടില്ല, ഒരു പെണ്ണ് സഹിച്ചിട്ടില്ലല്ലോ. ഞാനൊരു ഹിന്ദുവാണ്, കറക്റ്റായിട്ട് പ്രാർത്ഥിക്കാനൊന്നും എനിക്ക് അറിയത്തില്ല, പക്ഷേ എനിക്ക് പറ്റുന്ന പോലെല്ലാം ഞാൻ പ്രാർത്ഥിക്കും. ഞാൻ വിളിക്കുന്നിടത്തെല്ലാം അമ്മ വരും. അതിന് എനിക്ക് ഏറ്റവും വലിയ തെളിവ്, വീട്ടിൽ വന്നു കയറി 2-3 പേര് ചോദിച്ചു ഇതെന്താ ഇവിടെ മുല്ലപ്പൂവിൻ്റെ മണം ഉണ്ടല്ലോ അനുന്ന്. ഞാൻ ഉടമ്പടിയിൽ ഫസ്റ്റ് വെച്ച നിയോഗം മാതാവെ പുതുക്കിയപ്പോഴും എല്ലാം വെച്ചത് മാതാവ് എപ്പോഴും കൂടെ വരണേ. ഇവിടുന്ന് അച്ഛൻ പണ്ട് പറഞ്ഞ് കേട്ടിട്ടുണ്ട്, നിങ്ങൾ പോകുമ്പോൾ ഇവിടുന്ന് പ്രാർത്ഥിച്ചിട്ട് മാതാവിനെ കൂട്ടത്തിൽ വിളിച്ചിട്ട് പോകണം, സഞ്ചാരി മാതാവ് നമ്മുടെ കൂടെ വരുമെന്ന്. ഒരു നിയോഗം എപ്പോഴും മാതാവെ കൂടെ വരണേ, വീട്ടിലുണ്ടായിരിക്കണേ എന്നാണ്. മാതാവ് വീട്ടിലുണ്ടെന്ന് ഞങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് എല്ലാവരും മുല്ലപ്പൂവിൻ്റെ മണം ഇവിടെ ഉണ്ടല്ലോ എന്ന് ചേർക്കുമ്പോൾ എനിക്കറിയാം എന്നെ ആരും കാണാത്തൊരു മാതാവ് ഇവിടെ ഉണ്ട്, ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും തീർക്കാനും എല്ലാ അപകടത്തിൽ നിന്നും രക്ഷിക്കാനും മാതാവ് ഇവിടെ ഉണ്ടെന്ന് ഇങ്ങനെ സാക്ഷ്യം പറയാൻ സഹായിച്ചതിന് ഒരുപാട് നന്ദി. അല്ല, ഞാൻ നേരത്തെ കേക്ക് ഉണ്ടാക്കുമായിരുന്നു. അപ്പോൾ കേക്ക് ആദ്യം ഉണ്ടാക്കുന്ന സമയത്തെല്ലാം എത്ര അറിയാമെങ്കിലും ആ കേക്കിൻ്റെ സ്പഞ്ച് റെഡിയാക്കാതെ വരും, ഒന്നെങ്കിൽ അത് പൊങ്ങി വന്ന് താന്നു പോവും, എപ്പോഴും കംപ്ലൈൻറ്റ് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതിന് ശേഷം എത്ര പഠിച്ച് ചെയ്താലും അങ്ങനെ വരുന്നു. ഞാനൊരു ദിവസം പ്രാർത്ഥിച്ചിട്ട് അപ്പോൾ നമ്മളതിൻ്റെ ബാറ്റർ തയ്യാറാക്കുന്ന സമയത്ത് ഒരു നുള്ളു ഉപ്പ് ടേസ്റ്റ് ബാലൻസ് ചെയ്യാനിടും. അപ്പോൾ ഞാൻ ഒരു ദിവസം എനിക്കിങ്ങനെ തോന്നി എന്തുകൊണ്ട് കൃപാസനത്തിൽ പൊടിയുപ്പുണ്ടല്ലോ, അപ്പോൾ അതും ആ സെയിം തന്നെ, വെള്ളം ചേർക്കാൻ പറ്റില്ല അതിനകത്ത്. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഒരു ദിവസം ആദ്യമായിട്ട് ഞാൻ ചെയ്തത് നമ്മുടെ കൃപാസനത്തിൽ ഉപ്പൊരു നുള്ളിട്ട് പ്രാർത്ഥിച്ച് ചെയ്തു. അതിനുശേഷം ഞാൻ ഉണ്ടാക്കി ഒരു കേക്കും എനിക്ക് ഫ്ലോപ്പായിട്ടില്ല. എല്ലാ കേക്കിലും ഞാൻ ഒരു നുള്ള് അമ്മയുടെ സാന്നിധ്യം അതിനകത്തുണ്ട്. എനിക്ക് നല്ല വിശ്വാസമുണ്ട്, ഒന്നും
അറിയാത്ത ഞാൻ ഇന്ന് കേക്ക് ബിസിനസ് ചെയ്യുന്ന അമ്മയുടെ അനുഗ്രഹം കൊണ്ട് എനിക്ക് ഒരുപാട് നന്ദി പറയുന്നു. മർക്കോസിൻ്റെ വിശുദ്ധ സുവിശേഷം 8-ാം അധ്യായത്തിൽ 2 മുതലുള്ള തിരുവചനങ്ങളിൽ ഈശോ അരുളി ചെയ്യുന്നു, ഈ ജനക്കൂട്ടത്തോട് എനിക്ക് അനുകമ്പ തോന്നുന്നു. ഇവർ 3 ദിവസമായി എന്നോട് കൂടെയാണ്, അവർക്ക് ഭക്ഷിക്കാൻ ഒന്നുമില്ല. അവരെ വിശപ്പോടെ വീട്ടിലേക്ക് പറഞ്ഞയച്ചാൽ വഴിയിൽ തളർന്നു വീണേക്കും. ചിലർ ദൂരെ നിന്ന് വന്നവരാണ്. ശിഷ്യന്മാരോട് ഈശോ പറയുന്ന തിരുവചനങ്ങളാണ്. ഇന്ന് കൃപാസനത്തിലേക്ക് ഉടമ്പടി എടുക്കാൻ വരുന്ന മക്കൾ, കൃപാസനത്തിലെ മരിയൻ ഉടമ്പടി പ്രാർത്ഥന വിലയിരുത്തപ്പെടുന്നത് അടയാളങ്ങളിലൂടെയാണ്. ഈ അടയാളങ്ങളാണ് നമുക്ക് സാക്ഷ്യങ്ങളായിട്ട് 10,000-കണക്കിന് സാക്ഷ്യങ്ങൾ നമുക്ക് യൂട്യൂബിൽ കൊണ്ട് യൂട്യൂബ് സമ്പന്നമാണ്. അത്രയേറെ അടയാളങ്ങളിലൂടെ സ്ഥിരീകരിക്കപ്പെടുന്ന ഒരു അൾത്താരയിലാണ് ഓരോരുത്തരും സാക്ഷ്യം പറയാനായിട്ട് കയറി നിൽക്കുക. നീ വഴിയിൽ തളർന്നു വീഴുവാൻ നിൻ്റെ സ്നേഹദൈവം അനുവദിക്കുന്നില്ല. ഈ മകൾ ഇവിടെ ഒരു കാര്യം പറഞ്ഞു, വിശന്നിരിക്കുന്നവർക്ക് ഭക്ഷണം എത്ര പ്രധാനമാണോ അതുപോലെയാണ് കൃപാസന പത്രം ഞാൻ കൊടുക്കുമ്പോൾ ക്യാൻസർ രോഗികളായിട്ടുള്ളവരത് വാങ്ങിക്കുന്നതെന്ന്. ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനത്തിൽ ഒരു ഉടമ്പടി ധ്യാനത്തിൽ പറഞ്ഞു, വിശുദ്ധ ഗ്രന്ഥം, അതായത് തിരുവചനങ്ങൾ നെല്ലാണ്. ഈ നെല്ല് കുത്തി അത് വെന്തു വരുന്ന ചോറാണ് കൃപാസന പത്രത്തിൽ നമുക്ക് കിട്ടുന്ന അനുഭവ സാക്ഷ്യങ്ങളെന്ന്. ഇങ്ങനെ ഈ ചോറാണ് നാം മറ്റുള്ളവർക്ക് കൊടുക്കുക. വെന്ത ചോറ്, വചനത്തിൽ വെന്ത ചോറ് നാം പകരുകയാണ്. അത് തീർച്ചയായും അതിലൂടെ എത്രയോ സാക്ഷ്യങ്ങളാണ് ഈ അൾത്താരയിൽ പറയപ്പെടുക. അതുകൊണ്ട് തന്നെ ആ കൃപാസന പത്രത്തെയാണ് ഏറ്റവും കൂടുതൽ അറ്റാക്ക് ചെയ്യുന്നതും. അങ്ങനെയാണ് കൃപാസനം വളർന്നതെന്ന് ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ കൂടെ പറയാറുണ്ട്. അപ്പോൾ കൃപാസന പത്രം ഈ മകൾ ഇവിടെ ഓരോ സാക്ഷ്യങ്ങളും എടുത്തെടുത്ത് പറയുന്നുണ്ട്. ഒത്തിരിയേറെ കാര്യങ്ങൾ പറഞ്ഞു. തനിക്ക് ഒരു ആക്സിഡൻ്റ് ഉണ്ടാകുന്നത് അത് ഉടമ്പടി എടുക്കുന്നതിന് മുൻപാണ്. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോകുന്നു. കോട്ടയത്തുള്ള ഫാമിലിയാണ്. താൻ ഇവിടെ പല ആവർത്തി വരുന്നു, പ്രാർത്ഥിച്ചിട്ട് പോകുന്നു. നീലത്തിരി, നമ്മുടെ സ്റ്റോളിൽ കിട്ടുന്ന വെഞ്ചരിച്ച തിരി, അത് വാങ്ങിച്ചു കൊണ്ടുപോയി കത്തിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. എന്തിനും ഏതിനും പുറത്തിറങ്ങിയാൽ തിരി കത്തിച്ച് പ്രാർത്ഥിച്ചിട്ടേ ഞാൻ പോകാറുള്ളൂ. അന്നേ ദിവസം തനിക്ക് ആക്സിഡൻ്റ് ഉണ്ടാകുന്ന അന്ന് 2 പ്രാവശ്യവും ഈ മകൾക്ക് തിരി കത്തിച്ച് പ്രാർത്ഥിച്ച് പുറത്തേക്ക് പോകുമ്പോൾ മനസ്സിൽ തോന്നുന്നത് എന്താണെന്നൊക്കെ ഈ മകൾ ഇവിടെ പങ്കുവയ്ക്കുന്നുണ്ട്. ഒരു അപകട സൂചന. എങ്കിലും അമ്മയെ മുറുകെ പിടിച്ച് താൻ പോകുന്നു. പെട്ടെന്നൊരു അപകടമുണ്ടായതും അതൊരു വലിയ അപകടം, തൻ്റെ ജീവന് തന്നെ ഹാനി വരുത്തുന്ന അപകടം. എന്നാൽ അതെങ്ങനെ ഒന്നുമില്ലാത്ത രീതിയിൽ തൻ്റെ ശരീരത്തിലൊരു പോറൽ പോലും, ഒരു ചോര പൊടിയാൻ എൻ്റെ ദൈവം അനുവദിച്ചില്ല. അങ്ങനെ തനിക്ക് അപകടത്തിൽ നിന്ന് സംരക്ഷണം. പിന്നീടാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുക. അപ്പോൾ അമ്മയെ വിളിച്ച് അമ്മയുടെ തിരുനടയിൽ വന്ന് ഈ പുണ്യഭൂമിയിൽ കാല് ചവിട്ടി നാം പ്രാർത്ഥിച്ചിട്ട് കടന്നു പോകുമ്പോൾ തന്നെ അമ്മ നമ്മെ നോട്ടമിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയല്ലേ നാമും വരുന്നത്. അതായത് അമ്മയോടുള്ള സ്നേഹം കൊണ്ടാണ് നാം ഇവിടെ വരിക. അമ്മയോടുള്ള സ്നേഹം ഈശോയോടുള്ള സ്നേഹമായിട്ട് പിന്നീട് മാറുകയും അത് അമ്മ ഒത്തിരി ഇഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെ ഈ മകൾക്ക് സംരക്ഷണം ലഭിക്കുന്നു. പിന്നീട് ഉടമ്പടിയിലൂടെ കിട്ടിയ ഓരോരോ കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. അതായത് തനിക്കൊരു വലിയ സിസ്റ്റ് റൈറ്റ് ഓവറിയിലുണ്ടായിരുന്നു. അതിൻ്റെ മെഷർമെൻറ്റൊക്കെ എത്രയാണെന്ന് നാം കേട്ടു. അത്രയും വലിയ ഒരു സിസ്റ്റ് അത് പിന്നീട് കാണുന്നില്ല എന്നാണ് പറയുക. അതായത് അതിന് ട്രീറ്റ്മെൻറ്റ് ഒന്നും ചെയ്തില്ല. സ്കാൻ ചെയ്യാനൊക്കെ പോയി അത് ക്യാൻസറസ് ആകാൻ സാധ്യതയുണ്ട്
എന്നൊക്കെയുള്ള അവസരത്തിൽ പിന്നീട് അതെങ്ങനെയാണ് ക്യാൻസറസ് ടെസ്റ്റ് നെഗറ്റീവ് ആകുന്നതും അത് വീണ്ടും സ്കാനിങ്ങിന് കിടക്കുമ്പോൾ അതവിടെ കാണുന്നില്ല എന്നാണ് പറയുക. താൻ ഒന്നും ചെയ്തില്ല, ഉടമ്പടി നേർച്ച വസ്തുക്കൾ മാത്രം ഉപയോഗിച്ചു. വെഞ്ചരിച്ച ഉപ്പ് അത് സ്വീകരിച്ചു. അതുപോലെ തന്നെ ഉടമ്പടി തൈലം വയറ്റിൽ പൂശി പ്രാർത്ഥിച്ചു. ഇത്ര മാത്രം താൻ ചെയ്തു. അമ്മ അത് ഈശോയോട് പറഞ്ഞ് ഈശോ അപ്പോൾ തന്നെ അതെടുത്തു മാറ്റുന്നു. വീണ്ടും തൻ്റെ ഹസ്ബൻഡിൻ്റെ രോഗസൗഖ്യം, ഹസ്ബൻഡിൻ്റെ ജോലി സാധ്യത, അതുപോലെ താൻ പ്രാർത്ഥിച്ചാൽ ഒരു കാര്യം പോലും നടക്കാതിരിക്കുന്നില്ല. എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ കൃപ, എനിക്ക് ക്ഷമിക്കാൻ സാധിക്കുന്നു. തന്നെ ചീറ്റ് ചെയ്തതുപോലെ ആയ ഒരു സംഭവം, താൻ പൈസ കൊടുത്തത്. മറ്റുള്ളവർ കേസ് കൊടുക്കാൻ പറയുമ്പോഴും അമ്മയോടാണ് പറയുന്നത്, അമ്മേ ഞാൻ കേസ് കൊടുക്കില്ല, അമ്മ എനിക്കത് നേടിത്തരണം. അങ്ങനെ എല്ലാറ്റിനും ആശ്രയം അമ്മയാണ്. ആരും വീട്ടിലില്ലാത്തപ്പോൾ അമ്മയോട് പോയി എല്ലാം ഉറക്കെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കും, ഞാൻ കരയും. എനിക്കെല്ലാം അമ്മ സാധിച്ചു തരുന്നു. ഞാൻ ആർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നുവോ അതെല്ലാം അവർ തന്നെ എന്നോട് വന്ന് പറയും, അനു ഇത് സാധിച്ചു കേട്ടോ എന്ന്. അങ്ങനെ നാം ഈ കേൾക്കുന്ന കാര്യങ്ങളൊന്നും എക്സാജറേഷനൊന്നുമല്ല. സഞ്ചാരി മാതാവാണ്, കൂടെ കൊണ്ടുപോക്കോ എന്ന് ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ പറഞ്ഞത് കേട്ട് ഇവിടെ നിന്ന് പോകുമ്പോഴൊക്കെ അമ്മയെ കൂടെ വിളിക്കും. ഉടമ്പടി എടുത്തപ്പോൾ അമ്മയോട് വീട്ടിലേക്ക് വരണമെന്ന് പറഞ്ഞു. ആര് വന്നാലും തൻ്റെ വീട്ടിൽ സുഗന്ധാഭിഷേകമുണ്ട്, മുല്ലപ്പൂവിൻ്റെ മണം. എല്ലാവരും ചോദിക്കുന്നു ഇതെന്താണ് ഇങ്ങനെ. അതുപോലെ അമ്മ വീണ്ടും സാന്നിധ്യം കൊടുത്തു. സ്കാനിങ് ടേബിളിൽ കിടക്കുമ്പോൾ ആരുമില്ല അമ്മേ, എനിക്ക് പേടിയാകുന്നു എന്ന് വിളിച്ചു പറയുമ്പോൾ അമ്മ സ്വർഗത്തിൽ നിന്ന് വരികയാണ്. ഞാനുണ്ട് നിൻ്റെ കൂടെ, അമ്മ കാണിച്ചു കൊടുക്കുന്നു. ഇങ്ങനെ പറഞ്ഞാലും തീരാത്ത കാര്യങ്ങളാണ് ഓരോ മക്കൾക്കുമുള്ളത്. ഇന്ന് അനിത എന്ന ഈ മകളും ഇവിടെ ഇതാണ് പങ്കുവയ്ക്കുക. എനിക്ക് വേറൊന്നും വേണ്ട, എനിക്ക് മനസ്സമാധാനം കിട്ടി. ഞാൻ വിളിക്കുമ്പോഴൊക്കെ അമ്മ എൻ്റെ കൂടെയുണ്ട്. തൻ്റെ വരുമാന മാർഗം വർദ്ധിച്ചത്, താനൊരു ഒരു ബിസിനസ് പോലെ, അതായത് ഒരു ചെറിയ തൻ്റെ വീട്ടിലിരുന്ന് ചെയ്യാവുന്ന കേക്കിൻ്റെ പണിയൊക്കെ, അതിൽ നിന്നൊക്കെ എങ്ങനെയാണ് തനിക്ക് ഏറ്റവും നല്ലതായിട്ട് ഇന്ന് അതൊക്കെ ചെയ്യാൻ പറ്റുന്നത്. ഇവർ വഴിയിൽ വീഴാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ഇവരെ ഒന്നും കൊടുക്കാതെ പറഞ്ഞയക്കാൻ എനിക്ക് സാധിക്കില്ല എന്ന് ശിഷ്യന്മാരോട് പറയുന്ന ഈശോ ഇവിടെ പ്രവർത്തിക്കുകയാണ്. നാം ഓരോരുത്തരും വരുമ്പോൾ ഈശോ ഇങ്ങനെ പറയണം, ഈ മകൻ ഈ മകള് ഇവർ വഴിയിൽ വീഴാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ഇവർക്ക് എന്തെങ്കിലും നീ ചെയ്തു കൊടുക്കണം, ഇവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കണമെന്ന് അമ്മ പറയുന്ന ഒരനുഭവം അത് നമുക്ക് സ്വന്തമാക്കണം. അതുകൊണ്ട് തന്നെയാണ് കൃപാസനത്തിൽ അൾത്താരയിൽ സാക്ഷ്യങ്ങൾ ഓരോ ദിവസവും കൂടി വരുന്നത്. അമ്മ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് മേടിക്കാനുള്ള ഒരു മനസ്സും ഹൃദയവും ഒരു ചങ്കൂറ്റം വേണം നമുക്ക്, അല്ലാതെ കൃപാസന പത്രമൊന്നും കൊടുക്കാൻ സാധിക്കില്ല. അങ്ങനെ എല്ലാ രീതിയിലും ദൈവം തന്നെ തൊട്ടറിഞ്ഞ് ദൈവത്തെ താൻ സ്നേഹിച്ചറിഞ്ഞ അനുഭവങ്ങൾ ഈ മകൾ പങ്കുവയ്ക്കുമ്പോൾ നമുക്കും സന്തോഷത്തോടെ കരങ്ങളടിക്കാം, ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം, ദൈവത്തെ ആരാധിക്കാം, മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.